വളരെ രുചികരവും കളർഫുള്ളുമായിട്ടുള്ള പെപ്പർ ചിക്കൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്ത ബട്ടർ കപ്പയുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ടർ കപ്പക്കൊപ്പം കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള പെപ്പർ ചിക്കൻ റെസിപ്പി അടുത്ത പോസ്റ്റായിട്ട് ഇടുമെന്ന്. പെപ്പർ ചിക്കൻ ആകുമ്പോഴേ കുറച്ച് ഡാർക്കിഷ് കളറായിരിക്കും ഉണ്ടാവുക. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ മസാല പൊടിക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു കളർ കിട്ടാനായിക്കൊണ്ട് 4 കാശ്മീരി മുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. വെറൈറ്റി പെപ്പർ ചിക്കനാണ് ഇന്നത്തെ റെസിപ്പി. ഈ പെപ്പർ മസാലയിൽ നിന്നും ചിക്കൻ പീസൊക്കെ ഒന്ന് പിച്ചി എടുത്തിട്ട് കപ്പയെ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. പെപ്പർ മസാലയിൽ ബീഫായാലും ശരി, ചിക്കനായാലും ശരി, മട്ടനായാലും ശരി വെറൈറ്റി ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് മറ്റൊരു വെറൈറ്റി. ഈ വീഡിയോയിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് ആ മസാലയുടെ റെസിപ്പിയാണ്. ആ മസാല എന്തെല്ലാം ചേർത്താണ് പൊടിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാം. നമുക്ക് ആവശ്യം വരുന്ന ചില്ലി ഫ്ലേക്സ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതിനായിട്ട് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുളക് 2-3 തവണ പൾസ് ചെയ്തെടുത്താൽ മതി. ചില്ലി ഫ്ലേക്സ് റെഡി. ഇനി ഈ സ്പെഷ്യൽ പെപ്പർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മസാല ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിന് ഇൻഗ്രീഡിയൻസ് പറയാം. 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസാണ് ഇത്. ഞാൻ ടേബിൾ സ്പൂണിനേക്കാളും വലിയ സ്റ്റാൻഡേർഡ് സ്പൂണിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. 3 സ്പൂൺ മല്ലി, 5 കാഷ്യൂ നട്ട്സ്, 2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, കാശ്മീരി മുളക് 3 എണ്ണം. അത് കറിക്ക് നല്ല കൊഴുപ്പും കളറും കിട്ടാനാണ്. അധികം എരിവുണ്ടാവില്ല. 2-3 തണ്ട് ഉതിർത്ത കറിവേപ്പില. ബാക്കി ചെറു ഐറ്റംസ്: കറാമ്പട്ട, കറാമ്പൂ, ഏലക്കായ, നല്ല ജീരകം 1/2 ടീസ്പൂൺ എടുത്തുള്ളൂ. ഇത്രയും ചേരുവകളാണ് ഈ മസാല പൊടിക്കാൻ വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക. അധികം കരിഞ്ഞു പോകരുത്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ അധികമായാലും ഇത് പൊടിഞ്ഞ് കിട്ടില്ല. ഇത്രയും സാധനം നമ്മളൊന്ന് ചൂടാക്കി എടുത്ത ശേഷം ഈ മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൗഡറും പൊടിക്കാൻ നേരം ചേർത്താൽ മതി. നല്ല ചൂടിൽ മസാലയൊക്കെ വറുത്ത് കഴിഞ്ഞ ശേഷം ആ ചൂടിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കിയാൽ മതി. അടുപ്പത്ത് ഇടേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് വാട്ടുള്ളൂ. വറുത്തെടുത്ത മസാല നൈസായിട്ട് പൊടിച്ചിട്ട് ഞാൻ മാറ്റി വെക്കുക. അപ്പോൾ മസാല റെഡിയായി. ഇനി ഇതിന് വേണ്ടുന്ന മറ്റ് ചേരുവകൾ കാണിക്കാം. വലിയൊരു ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഈ ടൊമാറ്റോ ഒന്ന് പ്യൂറിയാക്കി എടുക്കണം. 2 ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചിയും. ഇത് ഒന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അരക്കേണ്ട ആവശ്യമില്ല. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചീന്തി വെക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില ഉതിർത്തിട്ട് വേണം. 4 വലിയ സവോള, വലുതാങ്ക് 4 എണ്ണം മതി. അത് ഒരു 3/4 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും ഏതാണ്ട്. നമുക്ക് ഈ ചിക്കൻ അത്രയും മസാല വേണമല്ലോ. അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക, ചെറിയ പീസുകളായിട്ട്. ജിഞ്ചറും ഗാർലിക്കും ക്ലീൻ ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വെള്ളം വാർത്ത 1 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ യോഗേട്ട്, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത മസാല, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എല്ലാം കൂടി നന്നായി മാരിനേറ്റ് ചെയ്ത് മിനിമം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് വേണം, കാരണം ഉള്ളിയൊക്കെ വഴന്ന് വരണമല്ലോ. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്ക്, പച്ചമുളക്. ജിഞ്ചറും ഗാർലിക്ക് മൂത്ത് വരുമ്പോൾ പച്ചമുളക്, സവോള ഇത് രണ്ടും ചേർത്ത് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. മൂക്കേണ്ട ആവശ്യമില്ല. സവാളക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് സമയം വരും. ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് 2 മിനിറ്റിന്. സവാളൊക്കെ വെന്തൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ്, തക്കാളി കൂടി നന്നായി വെന്ത് വന്നാൽ നമുക്ക് പൊടിച്ച് വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം.
ഈ ചിക്കന് വേണ്ടുന്ന അത്രയും മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ടൊമാറ്റോയെല്ലാം വെന്തിട്ട് സൈഡിലിട്ട് ഓയിലൊക്കെ തെളിയുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മല്ലി 3 സ്പൂൺ എടുക്കുമ്പോൾ 2 ടീസ്പൂണല്ല, വലിയ സ്പൂൺ കുരുമുളക് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഉപ്പൊക്കെ പാകം നോക്കണം. ഇനി ഇപ്പം ചിക്കൻ വേവേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ ഉപ്പൊക്കെ പാകം നോക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാം ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരണം. ഇത്തിരി ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചിക്കനിലോട്ട് മസാല പിടിച്ച് വരും വരെ വെന്ത് നല്ലോണം കുറുകി വരും വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളവും അല്ലാതെ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളവും എല്ലാം കൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറു തീയിൽ, അധികം തീയിട്ട് പാളിച്ചിട്ട് നമ്മളിത് വേവിച്ച് വറ്റിക്കരുത്. ചെറു തീയിൽ വറ്റിച്ച് കൊണ്ടുവരണം. അതുവരെ വെയിറ്റ് ചെയ്യുക. വലിയ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ സ്പെഷ്യൽ കളർഫുൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി ലൂസിലാണ് ഓഫ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും, ഗ്രേവി നല്ല കട്ടിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. പെപ്പർ ചിക്കൻ ബട്ടർ കപ്പൊപ്പം കോമ്പിനേഷനായിട്ട് ചെയ്തതാണ്. ഒന്നിച്ചൊരു വീഡിയോ ഇടുമ്പോഴേ എത്രത്തോളം വിഷമമുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതും കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് മുട്ടിയിട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.